മോഷണക്കുറ്റം ആരോപിച്ച് തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീ ആർ ബിന്ദുവിനെ പോലീസ് ക്രൂരമായി അപമാനിച്ച സംഭവത്തിൽ സ്വമേധ്യാ കേസെടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നാണ് ഉത്തരവ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? നിർണായക ഉത്തരവാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ദളിത് സ്ത്രീയെ 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന ഈ പരാതിയിലാണ് നടപടി. പോലീസ് പീഡനത്തിനിരയായ ഈ വീട്ടുജോലിക്കാരിയുടെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണം. കൂടാതെ വനിതാ അഭിഭാഷകയെ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി തന്നെ നിയമിക്കണം. ജില്ലാ പോലീസ് മേധാവി സൗത്ത് സോൺ ഐജിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അത് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു ഡിവൈഎസ്പിയെ തന്നെ അന്വേഷണ മേൽനോട്ട ചുമതല ഏൽപ്പിക്കണമെന്നും പറയുന്നു. ഇര പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്തെ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം. ഈ ജനറൽ ഡയറി, FIR എന്നിവ പരിശോധിച്ച് എത്ര സമയം സ്റ്റേഷനിൽ ഇര ഉണ്ടായിരുന്നു എന്നത് വിലയിരുത്തണം. മോഷണ കേസിലെടുത്ത FIRന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ സത്യസന്ധവും സുതാര്യമായ അന്വേഷണത്തിന് ഡിവൈഎസ്പി അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഇത് കൈമാറണം. ഇര പട്ടികജാതി വിഭാഗത്തിലുള്ളതിനാൽ SC/ST അതിക്രമ നിയമപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിലയിരുത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ജൂലൈ 3 ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സിറ്റിംഗ് ചേരും. അന്ന് ഈ സിറ്റിംഗ് ചേരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരായി ഈ അന്വേഷണം നടത്തി എല്ലാ വിവരങ്ങളും ഹാജരാക്കണമെന്നും നിർണായകമായ ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.